സുഹൃത്തുക്കളെ 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 സ്വപ്നം കണ്ട ഭൂമിയിലൂടെയാണ് ഞാനിപ്പോ സഞ്ചരിക്കുന്നത്. നിങ്ങളും യാത്രകൾ ചെയ്യൂ. ഇത് കണ്ടോ, ഞാൻ എന്താണ് 5 മണിക്കൂർ നടന്നിട്ടൊക്കെയാണ് ഈ ടെന്റ് അടിച്ചുകൂടെ താമസിക്കുന്നത്. നേപ്പാളിലെ പർവ്വത പ്രദേശങ്ങളിൽ വന്നാൽ മനസ്സിലാവും ഇവിടുത്തെ ഭൂമി എങ്ങനെയാണ്. 2 വർഷമായി ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിൽ അതിനു വേണ്ടിയുള്ള വലിയൊരു കോടീശ്വരൻ ഒന്നുമല്ല ഞാൻ കേട്ടോ. ആഗ്രഹങ്ങളും കാണുന്ന സ്വപ്നങ്ങളും ജീവിതത്തിൽ സാധിച്ചെടുക്കണം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടുകാർക്കൊക്കെ എന്നെ അടുത്ത് വളരെ സന്തോഷമാണ്, എപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ. എന്നാ മണിച്ചേ, എനിക്ക് ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും നല്ല നല്ല യാത്രകൾ ചെയ്യാൻ സാധിക്കും. ഈ ഭൂമിയെല്ലാം നമ്മൾക്ക് കാണാനുള്ളതാണ്. അത് ശരി, പുറത്ത് വണ്ടി റെഡിയാണോ? സുഹൃത്തുക്കളെ, ഇന്ന് വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. എന്റെ കൂടെ ഒരു ഡുങ്കുടു ഉണ്ട്, ഒരു പഹാടി ഡോഗാണ്. നേപ്പാളിലാണ്. എന്റെ കൂടെ ഗൈഡ് ആരും ഇല്ല. പക്ഷെ എത്ര സന്തോഷാണെന്ന് അറിയോ. 2 ദിവസം അമ്മച്ചി ഒന്ന് നിൽക്കണേ മരത്തിന്റെ മേളിൽ. അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണ്. നേപ്പാളിലെ ആപ്പി ഹിമാലയക്കുള്ള ട്രെക്കിംഗ് ആണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ട്രെയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. 4 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. നമുക്കിത് വല്ലതും അറിയൂ. എന്റെ ദൈവമേ, ഭൂമി എത്ര മനോഹരമാണല്ലേ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. നേപ്പാളിലെ ഗുറാസ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എനിക്കൊരു ചോട്ടു ഡുങ്കുടുവിനെ കിട്ടിയിട്ടുണ്ടോ. ഒരു കുഞ്ഞൻ ഡുങ്കുടുവാണ്. ഡുങ്കുടു ഹായ് പറയടാ. സുഹൃത്തുക്കളെ, നേപ്പാളിലെ റാറ നാഷണൽ പാർക്കിനകത്താണ് ഉള്ളത്. എനിക്ക് പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചരാ. ഒളിഞ്ഞു കാണിച്ചരാ. ഇവൻ എന്റെ ക്യാമറ എന്റെ ബാഗൊക്കെ നക്കി പിടിച്ചു കേട്ടോ. കാരണം ബിസ്ക്കറ്റ് കണ്ടിട്ട്. നീ പറയിപ്പിക്കട കൈയൊക്കെ നക്കിട്ട്. അത്രയും അങ്ങോട്ട് കാറ്റണ്ട, എനിക്ക് ഉച്ചക്ക് തിന്നാനുള്ളതാ. പോട്ടാ. എന്തല്ലേ, എന്റെ യാത്രയിൽ എനിക്ക് കിട്ടുന്ന വലിയ സ്നേഹമാണ് ഇതുപോലെ ഡുങ്കുടുമാര്. നാളെ കഴിഞ്ഞ് ഇവര് വേറെ സ്ഥലത്തേക്ക് പോകും, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ബന്ധങ്ങളൊക്കെ നമ്മുടെ വില ഇടിയുമ്പോ പോകും. അപ്പോ നമ്മളെ കാണുമ്പോ വാലാട്ടാൻ ഒരു പട്ടിയെങ്കിലും ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് പോകാനുള്ള. നീ സാധാരണ പട്ടിയൊന്നും അല്ലടാ, നീ ചിമ്പാൻസിക്കുണ്ടായതാടാ നായിന്റെ മോനെ. വല്ല കരടിയും പുലിയായിട്ട് തരുവോ? ഒന്നും വരില്ലപ്പാ. എന്ത് തന്നാലും വളരെ സന്തോഷത്താണ് ഞാനുള്ളത്. ആഹാ, വെള്ളച്ചാട്ടം കൂടി ഉണ്ടല്ലോ. പത്തിന്റെ പൈസ ഇല്ല. ഓ എന്തത്? 10ന്റെ അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക്. ഭൂമിയാണ് സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ എന്നും ഉണ്ടാകും. നിങ്ങളും ഭൂമിയെ സ്നേഹിക്കുക. കാരണം ഈ ഭൂമി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഒറിജിനൽ പ്രകൃതിയാണ്, മായമൊന്നും ഇല്ലാത്ത നമ്മളെ പണ്ടത്തെ ആ ഒരു പ്രകൃതി എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. പ്രകൃതി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ധാരാളം മലകൾ കയറാനുണ്ട്. നിങ്ങൾ നല്ല നല്ല യാത്രകൾ ചെയ്യൂ. ഈ ഭൂമിയിൽ നമ്മൾക്കൊക്കെ ജീവിക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കിട്ടുന്ന സമയം ചിരികൾ ഉണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ നോക്കുക. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. പ്രകൃതി എത്ര സുന്ദരമാണെന്നറിയോ. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് ഇവിടെ ഒന്നും വിട്ടുപോകാൻ സാധിക്കത്തില്ല. നിങ്ങളും സഞ്ചരിക്കൂ. സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ സഞ്ചരിക്കുന്നത് കാൽനടയായും ഗ്രാമങ്ങളിലെ ഭക്ഷണങ്ങൾ കഴിച്ചും അവിടുത്തെ മനുഷ്യരൊക്കെ സ്നേഹിച്ചുകൊണ്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടുമാണ്. ഭൂമിയാണ് സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ എന്നും ഉണ്ടാകും. നമുക്കെല്ലാം തികഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകേണ്ട ഒരു സാധനമല്ല പാഷൻ. നിങ്ങളുടെ പട്ടിണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടല്ലോ, അതിനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രതിസന്ധികളെ ആഴക്കടലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കൊതിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പാഷൻ.